ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളുടെ എജ്യൂപോർട്ട് ഫ്രീ ആയിട്ട് ഓൺലൈനായിട്ട് മെഗാ മോഡൽ എക്സാം ഫെബ്രുവരി 22 നടത്തുന്ന കാര്യം അല്ലേ. സോ ഈ ഒരു എക്സാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത് ആൻഡ് എപ്പോഴാണ്, ഏതാണ് ടൈം, അങ്ങനെ കറക്റ്റ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് അറിയേണ്ടത് ആ കാര്യങ്ങളെല്ലാം പറയുന്ന വീഡിയോ ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റ് ഫുള്ളായിട്ട് കാണുക. ആൻഡ് നമ്മളുടെ ഈ ഒരു എജ്യൂപോർട്ടിന്റെ മെഗാ മോഡൽ എക്സാമിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാലോ ഫസ്റ്റ് പ്രൈസ് എന്താണ്, 10,000 രൂപ ക്യാഷ് പ്രൈസ് ആണ് നമ്മൾ തരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഡിസ്ട്രിക്ട് ടോപ്പേഴ്സിന് 3,000 രൂപ ക്യാഷ് പ്രൈസും, അതുപോലെ തന്നെ ടോപ്പ് 10 സ്റ്റുഡൻസിന് ISROയിലേക്ക് ഒരു ട്രിപ്പുമാണ്. സോ ഇത് ആരും മിസ് ചെയ്യരുത്. അപ്പോൾ മക്കൾ ആരെങ്കിലും മെഗാ മോഡൽ എക്സാമിന് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ നിങ്ങൾക്ക് മെഗാ മോഡൽ എക്സാമിലേക്ക് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ തന്നെ പഠിപ്പിച്ചു തരും. അതിനുവേണ്ടി മാരത്തോൺ ലൈവ്സും ഫുൾ റിവിഷൻ ലൈവ്സും ഒക്കെ പോകുന്നുണ്ട്. സോ ഒന്നും പേടിക്കേണ്ട, അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഈ എക്സാം എഴുതുന്നതോടുകൂടി മക്കളുടെ കോൺഫിഡൻസും കൂടും. നിങ്ങളുടെ തെറ്റുകൾ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അടുത്ത് വരുന്ന നമ്മളുടെ ഫൈനൽ മെഗാ USS എക്സാമിന്, അതായത് 26-ാം തീയതി നടക്കുന്ന നിങ്ങളുടെ മെയിൻ USS എക്സാമിന് ആ തെറ്റുകളൊക്കെ തിരുത്തി നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ചാൻസ് പോലെ നിങ്ങൾക്ക് എഴുതാനും പറ്റും. സോ എങ്ങനെയാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എന്നുള്ളത് മിസ് കാണിച്ചു തരാം കേട്ടോ. രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് മോഡൽ എക്സാമിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൽ അല്ലെങ്കിൽ ടാബിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എജ്യൂപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എജ്യൂപോർട്ടിൻ്റെ ആപ്പ് ഇതുപോലെ നമ്മളുടെ എജ്യൂപോർട്ടിൻ്റെ ആപ്പ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും വരുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഏതാണോ, നിങ്ങളുടെ വീട്ടിൽ ആരുടെ മൊബൈൽ നമ്പർ കൊടുത്താലും നോ പ്രോബ്ലം, മൊബൈൽ നമ്പർ കൊടുക്കുന്നു. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് 379. ഓക്കെ, മൊബൈൽ നമ്പർ കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുന്നു. ആ കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നമ്പറിലേക്ക്, നിങ്ങൾ ഏത് നമ്പറാണോ പ്രസ് ചെയ്തത് ആ നമ്പറിലേക്ക് ഒരു OTP പോകും. ആ OTP നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ജസ്റ്റ് അടിച്ചു കൊടുക്കുക. 386949. ഓക്കെ, ഈ OTPയും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. ആപ്പ് ഓപ്പൺ ആവുന്ന സമയത്ത് നിങ്ങളോട് നിങ്ങളുടെ ഫുൾ നെയിം ചോദിക്കും. നിങ്ങൾ ഫുൾ നെയിം അടിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ 17 ഓഗസ്റ്റ് 2000 ആണ്, ഞാൻ അത് അടിച്ചു കൊടുക്കുന്നു. ഇനി നമ്മളുടെ ബാക്കി കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ക്ലാസ് നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാൻ പറ്റും. കണ്ടിന്യൂ കൊടുക്കാം. നമുക്ക് അതിൽ നമ്മളോട് ദെൻ നിങ്ങളുടെ ജെൻഡർ ഏതാണ്, ഫീമെയിൽ, അത് കൊടുക്കുന്നു. ഇനി അടുത്ത് ബോർഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏതാണ്, കേരള സ്റ്റേറ്റ് ആണോ, CBSE ആണോ, റിപ്പീറ്റർ ആണോ എന്ന് കൊടുക്കുന്നു. നമ്മൾ കേരള സ്റ്റേറ്റ് ആണ്, അതും കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ക്ലാസ് ഏതാണ്, നിങ്ങളുടെ ക്ലാസ് 7 ആണ്, അതും കൊടുക്കുന്നു. ഇനി കോഴ്സസ് ഏതാണ് നിങ്ങൾക്ക് കോഴ്സ് വേണ്ടത്, നമുക്ക് മിഷൻ USS എന്ന് പറയുന്ന കോഴ്സാണ് കേട്ടോ. അതായത് ഇവിടെ കാണാൻ പറ്റും മിഷൻ USS 2025-26 ഈ കോഴ്സും കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. നെയിം കൊടുക്കുന്നു, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും, ബോർഡ്, ക്ലാസ്, കോഴ്സ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ആയിരിക്കും നിങ്ങൾ ആപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നമ്മളത് ക്ലോസ് ചെയ്യുന്നു. ദെൻ മിഷൻ USS എന്ന് പറയുന്ന ബാച്ചിലായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഉണ്ടാവുക. മിഷൻ USS എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ മിഷൻ USS എന്ന് പറയുന്ന ബാച്ചിലായിരിക്കും നിങ്ങൾ നേരെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലെ മുകൾ ഭാഗത്ത് മിഷൻ USS എന്ന് പറയുന്ന ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ +2 സയൻസ് അല്ലെങ്കിൽ CUT സയൻസ് എന്ന് പറയുന്ന കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. മിഷൻ USS എന്ന് പറയുന്ന കോഴ്സ് അല്ല മുകളിൽ കണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ദെൻ സെർച്ച് കോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് മിഷൻ USS എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മിഷൻ USS 2025-26 ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇത് നേരെ ഓപ്പൺ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നോ പ്രോബ്ലം, മുകളിൽ വേറെ ഏതെങ്കിലും കോഴ്സാണ് കാണുന്നതെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ എക്സാംസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ഭാഗത്ത് നിങ്ങൾക്ക് എക്സാംസ് എന്ന് കാണാം. ആ എക്സാംസിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളുടെ 7 മണി to 9 മണി വരെയാണ് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം. 7ൻ്റെയും 9ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും സമയത്ത് സ്റ്റാർട്ട് ചെയ്യണം. 9
9 ശേഷം സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളുടെ മാർക്ക് കൺസിഡർ ചെയ്യുന്നതല്ല കേട്ടോ. സോ 7 മണിന്റെയും 9 മണിന്റെയും ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്തത് മുതൽ 2 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള സമയം. നമ്മളുടെ USS എക്സാം നിങ്ങൾക്ക് അറിയാം 4 മണിക്കൂറാണ് നമ്മളുടെ USS എക്സാം. ആ USS എക്സാമിന്റെ നേരെ പകുതിയായിട്ടാണ് നമ്മൾ നടത്തുന്നത്. 2 മണിക്കൂറായിട്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക. സോ നിങ്ങളുടെ ഇവിടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു, ദെൻ നമ്മളുടെ എക്സാംസിൽ പോകുന്നു. കറന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 മണി മുതൽ 9 മണി വരെ ഇങ്ങനെ ഒരു USS മെഗാ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 7 മണിന്റെ മുന്നേ ആണ് നിങ്ങൾ തുറക്കുന്നത് എങ്കിൽ അപ്കമിങ്ങിലായിരിക്കും നിങ്ങൾ കാണാം, അപ്കമിങ്ങിലായിരിക്കും ഈ ഒരു എക്സാം ഉണ്ടാവുക. 7 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ അത് കറന്റിലേക്ക് വരും കേട്ടോ. അപ്പോൾ മക്കൾ ചെയ്യേണ്ട കാര്യം, എക്സാമിന്റെ ആ ഒരു മുഹൂർത്തത്തിൽ പോയി 7 മണിക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ തന്നെ നിങ്ങൾ എക്സാമിന്റെ തലേ ദിവസമെങ്കിലും അല്ലെങ്കിൽ എക്സാമിന്റെ അന്ന് ദിവസം രാവിലെയെങ്കിലും നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കേൾക്കണമെങ്കിൽ ക്ലാസ്സസ് കേൾക്കാവുന്നതാണ് കേട്ടോ. ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആണ്. അപ്പോൾ ക്ലാസ് കേൾക്കണമെങ്കിൽ ക്ലാസ് കേൾക്കാം. സോ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് എന്ത് ചെയ്യുക, നമ്മളുടെ അപ്കമിങ് എന്ന് പറയുന്ന സ്ഥലത്ത് എക്സാം അവിടെ അവൈലബിൾ ആണോ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 7 മണി ആകുമ്പോൾ 7 മണിന്റെ 9 മണിന്റെ ഇടയിൽ, 7 മണി നമുക്ക് കറക്റ്റ് സമയം പറയാത്തത് നോമ്പ് ആയതുകൊണ്ടാണ്. നോമ്പായത് കുട്ടിക്ക് നോമ്പ് തുറന്നതിന് ശേഷം ഒരു 8 മണി ആയാലും 8 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നേരെ കറന്റിലേക്ക് പോവുക. കറന്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് USS മെഗാ മോഡൽ എക്സാം എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. നിങ്ങൾക്ക് 7 മണിന്റെ 9 മണിന്റെ ഇടയിലായിട്ട് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റംപ്റ്റ് ചെയ്യണം കേട്ടോ. അറ്റംപ്റ്റ് നെക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എക്സാം കാണാൻ പറ്റും. എക്സാമിൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് 4 എക്സാമാണ് അവിടെ അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റുക. അതിൽ മലയാളം ഉണ്ടാവും, സംസ്കൃത് ഉണ്ടാവും, ഉറുദു ഉണ്ടാവും, അതുപോലെ തന്നെ അറബി ഉണ്ടാവും. ഈ 4 എക്സാംസ് ആണ് നിങ്ങൾക്ക് തുറക്കുന്ന സമയത്ത് ഈ USS മെഗാ മോഡൽ എക്സാം എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ആ എക്സാം നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, നിങ്ങൾ ഏതാണ് ഫസ്റ്റ് ലാംഗ്വേജ് ഇതൊരിക്കലും നിങ്ങളുടെ ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ എന്നല്ല ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളം ആണെങ്കിൽ മലയാളം എക്സാമിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് മൊത്തം എക്സാം ഉണ്ടാവുക. ഇനി നോക്ക്, നിങ്ങൾക്ക് ഉറുദു ആണ് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് എങ്കിൽ ഉറുദുവിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അറബി ആണെങ്കിൽ അറബിയിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻഡ് നമ്മളുടെ സംസ്കൃത് ആണെങ്കിൽ സംസ്കൃത് എന്ന് പറയുന്ന ആ ഒരു എക്സാമിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ആയിരിക്കും നിങ്ങൾക്ക് മുഴുവൻ എക്സാം ഉണ്ടാവുക. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം ആണോ മലയാളം മീഡിയം ആണോ എന്നല്ല ചോദിക്കുന്നത്. എക്സാമിൽ എന്തായാലും ആദ്യം മലയാളവും പിന്നെ ഇംഗ്ലീഷുമായിട്ട് ക്വസ്റ്റ്യൻസ് മലയാളത്തിലും ഇംഗ്ലീഷിലും കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഫസ്റ്റ് എക്സാം സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നേരെ പോയിട്ട് നിങ്ങൾ സംസ്കൃതിൻ്റെ എക്സാം പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ഏതാണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ. അത് ക്ലിക്ക് ചെയ്ത് അവിടെ അറ്റംപ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെയെങ്കിൽ എക്സാം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും. ദെൻ സ്റ്റാർട്ട് എക്സാം എന്ന് നിങ്ങൾ കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് മുതൽ നമുക്ക് 2 മണിക്കൂർ സമയമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഏതാണ് യാത്ര നൽകുന്ന അനുഭവങ്ങളിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ അനുഭൂതിയാണെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി അടുത്ത് ഞാൻ പൂമ്പാറ്റാണെന്ന് വിചാരിച്ചു, ഞാൻ അത് ടിക്ക് ചെയ്തു, കണ്ടിന്യൂ കൊടുത്തു. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ട. നിങ്ങൾ ഇതിൽ ഏതാണ് ആൻസർ നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കാം. ഇനി 4ാമത്തെ എഴുതാം, അറിയാം, അത് ക്ലിക്ക് ചെയ്തു, കണ്ടിന്യൂ എടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് അറിയുന്ന ചെയ്ത് പോകാം കേട്ടോ. അവസാനം നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ആൻസർ ചെയ്തതിനൊക്കെ ബ്ലൂ കളറിലായിരിക്കും കാണുക. ആൻഡ് ഇത് ചെയ്യാത്ത ഭാഗം ഈ 3 കണ്ടോക്ക്, 3 എന്ന് പറയുന്നത് ബ്ലാങ്ക് ആയിട്ടാണ്, ബ്ലൂ കളറിലാണ് നിങ്ങൾ ചെയ്തതൊക്കെ കാണുക, ബാക്കി ബ്ലാങ്കിലായിരിക്കും കാണുക. അപ്പോൾ അവസാനം നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാം അറിയുന്നു എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് നിങ്ങൾക്ക് ഈ അറിയാത്ത ഈ ബ്ലൂ കളർ കാണാത്ത ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാംസും ചെയ്യാം കേട്ടോ. അതുപോലെ വേറൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ബാക്ക് അടിക്കാൻ പാടില്ല. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സാംസ് എഴുതുന്നതിൻ്റെ സമയത്ത് നിങ്ങൾ ബാക്ക് അടിച്ചാൽ നിങ്ങളുടെ എക്സാം മൊത്തം സബ്മിറ്റ് ആയി പോകും. നിങ്ങൾക്ക് അത്ര മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് വന്നാലും എൻ്റെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, എക്സാം സബ്മിറ്റ് നിങ്ങൾക്ക് ബാക്ക് അടിക്കാൻ ചെയ്യരുത്. നിങ്ങൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ബാക്ക് അടിക്കാൻ പാടില്ല. നിങ്ങൾ കറക്റ്റായിട്ട് 2 മണിക്കൂർ എക്സാം എഴുതി പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലാതെ നിങ്ങൾ അപ്പുറത്തുനിന്ന് വിളിച്ചു ഇപ്പുറത്തുനിന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ബാക്ക് അടിക്കരുത്. ബാക്ക് അടിച്ചാൽ നിങ്ങളുടെ എക്സാം പോയി പിന്നെ നിങ്ങൾക്ക് എക്സാം ഓപ്പൺ ആയിട്ട് കിട്ടൂല. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക കേട്ടോ. അവസാനം നമ്മൾ എക്സാം എഴുതി 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഇതിലിപ്പോൾ 30 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ നിങ്ങൾക്ക് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 50ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഏതാന്ന് നോക്കുന്നു, നമ്മളുടെ കറക്റ്റായിട്ട് ടിക്ക് ചെയ്യുന്നു, ഫൈനൽ സബ്മിറ്റ് എന്ന് കൊടുക്കുക. ഓക്കെ, ഫൈനൽ സബ്മിറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഉണ്ടോ, ആൻസർ ചെയ്ത ക്വസ്റ്റ്യൻ എത്ര ഉണ്ട് എന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നിട്ട് നിങ്ങൾ യെസ് കൊടുക്കുന്നു. നിങ്ങളുടെ
എന്തായി, എക്സാം സബ്മിറ്റ് ആയി. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ ഇത്രമാത്രം ശ്രദ്ധിക്കുക. ആദ്യം പോയിട്ട് ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എജ്യൂപോർട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നു, എക്സാംസിൽ പോകുന്നു. നിങ്ങളുടെ കറൻറ്റിലായിരിക്കും നിങ്ങൾക്ക് 7 മണി മുതൽ 9 മണി വരെ ആ എക്സാം കാണാൻ പറ്റുക. അപ്പോൾ എപ്പോഴും മക്കൾ ശ്രദ്ധിക്കുക, എക്സാമിൻ്റെ ആ സമയത്ത് പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ ഒന്ന് സെറ്റായിട്ട് ഇരിക്കുക. ഇന്ന് 7 മണിൻ്റെ 9 മണിൻ്റെ ഇടയിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം അതാണ്. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 7 to 9 വരെയാണ്. ആ 9ൻ്റെ ഉള്ളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് പോകണം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 2 മണിക്കൂറായിരിക്കും നിങ്ങൾക്ക് എക്സാം എഴുതാനുണ്ടാവുക. 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. കറക്റ്റായിട്ട് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഒരുപാട് പ്രൈസസ് ഉണ്ട്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക. നിങ്ങൾക്കുള്ള നല്ലൊരു പ്രാക്ടീസ് തന്നെ ആയിരിക്കും നിങ്ങളുടെ USS ഫൈനൽ എക്സാമിൻ്റെ മുന്നേ ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ഉഷാറായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് രജിസ്റ്റർ ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. മോഡൽ എക്സാം എന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് രജിസ്റ്റർ ചെയ്താൽ മതി. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ചിലപ്പം മോഡൽ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, അവർക്ക് അറിയുന്നുണ്ടാവില്ല എങ്ങനെ എഴുതേണ്ടതെന്ന്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എക്സാം അടിപൊളിയായി എഴുതിക്കോ. നമുക്ക് മാരത്തോൺ ലൈവുകളിലൂടെ കാണാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബൈ.